പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിരുന്ന ആൽബർട്ടോ ദെൽ റിയോ എന്ന് പറയുന്ന റെസ്ലറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആൽബർട്ടോ എൽ പെട്രോൺ എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റിംഗ് നെയിം. അദ്ദേഹം മെക്സിക്കൻ കമ്പനിയായ AAA മെഗാ ചാമ്പ്യനാണ്. അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം AAA പ്രൊമോഷൻ്റെ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യുകയും മത്സരശേഷം ആ ഷോ കാണാൻ വന്ന കാണികളുമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. ചെറിയ രീതിയിൽ എന്ന് പറയുമ്പോൾ ആ വീഡിയോ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ കാണികളുടെ അടുത്തേക്ക് പോയി ആൽബർട്ടോ എൽ പെട്രോൺ ചൂടാകുകയും അവിടെ ഇരുന്ന ചെയർ എടുത്ത് ആ കാണിക്ക് നേരെ എറിയുകയും ചെയ്തു. എന്നാൽ ആ ഇവൻറ്റ് കാണാൻ വന്ന മറ്റ് കാണികളുടെ ഭാഗത്ത് നിന്ന് അവരുടെ ചെയർ എടുത്തുകൊണ്ട് ആൽബർട്ടോ എൽ പെട്രോണിനെ നേർക്ക് എറിയുന്നതും തുടർന്ന് അവർ കുപ്പിയും മറ്റ് സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് താരത്തെ എറിഞ്ഞ് ആക്രമിക്കുന്നതായും കാണാൻ സാധിച്ചു. എന്നാൽ അവിടെ കൊണ്ടും അരിശം തീരാതിരുന്ന ആൽബർട്ടോ എൽ പെട്രോൺ അവരുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ സെക്യൂരിറ്റീസ് വന്നിട്ടാണ് താരത്തെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ആദ്യം അങ്ങോട്ടേക്ക് പോയി ചൂടായത് ആൽബർട്ടോ എൽ പെട്രോൺ ആണെന്ന് മനസ്സിലാക്കിയ കമ്പനിയുടെ മാനേജ്മെൻറ്റ് താരത്തെ ബാൻ ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. മെക്സിക്കോയിൽ ഈ ഇവൻറ്റ് നടന്ന സ്ഥലത്ത് ആൽബർട്ടോ എൽ പെട്രോൺ എന്ന് പറയുന്ന റെസ്ലറിന് അല്ലെങ്കിൽ ആൽബർട്ടോ ദെൽ റിയോ എന്ന റെസ്ലറിന് ഇനി 6 മാസത്തേക്ക് ഒരു മത്സരത്തിലും റിങ്ങിൽ കയറി കളിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ താരത്തെ പൂർണ്ണമായി കൊണ്ടും ബാൻ ചെയ്തിരിക്കുന്നു. മിക്കവാറും മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്തിൽ ഉടനീളം ഈ ഒരു ബാൻ വരാനും സാധ്യതയുണ്ട്. താരം മെക്സിക്കൻ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്ത് പതിയെ WWEയിലേക്ക് റിട്ടേൺ ചെയ്യാനുള്ളൊരു പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ബാൻ താരത്തിന് ഇപ്പോൾ നേരിടേണ്ടി വന്നത് താരത്തിൻ്റെ WWEയിലേക്കുള്ള തിരിച്ചുവരവിന് വലിയ തടസ്സമായേക്കും. ഇനി ഒരിക്കലും ആൽബർട്ടോ ദെൽ റിയോ എന്ന പേരോടുകൂടി അല്ലെങ്കിൽ ആൽബർട്ടോ ദെൽ റിയോ എന്ന താരത്തെ WWEയിൽ ഇനി കാണാൻ സാധിക്കില്ല എന്നുള്ളതും 101% ഉറപ്പായിരിക്കുന്നു. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് ഇന്ന് നടന്ന AEWൻ്റെ ഡൈനാമിക് വീക്ക്ലി എപ്പിസോഡിലെ ഒരു മത്സരത്തിനിടയിൽ സംഭവിച്ച വലിയൊരു മൊമെൻറ്റിനെ സംബന്ധിച്ചാണ്. മത്സരം ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരമായിരുന്നു. നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജോൺ മോക്സ്ലി കോപ്പ് എന്ന് പറയുന്ന WWE ഹോൾ ഓഫ് ഫെയിമറായ എഡ്ജിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ഈ സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിൽ കോപ്പ് ജോൺ മോക്സ്ലി ആക്രമിക്കാൻ വേണ്ടി സ്പൈക്ക് എടുക്കുന്നുണ്ട്. ആ വെപ്പൺ ഉപയോഗിച്ച് ആദ്യം ആക്രമിച്ച് പിന്നീട് അതിൻ്റെ മുകളിലേക്ക് മോക്സ്ലിക്കെതിരെ സുപ്ലെക്സ് എന്ന് പറയുന്ന മൂവ് ചെയ്യുന്നു. എന്നാൽ സുപ്ലെക്സ് എന്ന മൂവ് ചെയ്ത ഉടനെ തന്നെ ആ സ്പൈക്ക് മോക്സ്ലിയുടെ ദേഹത്ത് പിറകുവശത്ത് തറഞ്ഞു കയറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ തറച്ചു കയറുന്ന ആ ഒരു മൊമെൻറ്റ് കാണുമ്പോൾ തന്നെ അത് യഥാർത്ഥ ഒരു വെപ്പണാണ്. അത് മത്സരത്തിന് വേണ്ടി അതിനു വേണ്ടി തയ്യാറാക്കിയ ഒരു ഗിമിക് വെപ്പണല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജോൺ മോക്സ്ലിയുടെ പുറത്ത് നിന്ന് അത് പിന്നീട് എടുത്തു മാറ്റപ്പെടുന്നത് വില്ലർ യൂട്ട അതുപോലെ തന്നെ മത്സരം നിയന്ത്രിച്ച റഫറി തുടങ്ങിയവരുടെ സഹായത്തോട് കൂടിയിട്ടാണ്. ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് എന്തിന് ഈ ഒരു മൊമെൻറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ആ സ്റ്റോറിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗുണം പ്രത്യേകിച്ചില്ല. റിസ്ക് എടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അവർക്കും ഗുണം കിട്ടുന്നില്ല. ഒരു സമയം ഇതൊന്ന് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതിൽ ഉപരി ഭാവിയിലേക്ക് അവർക്കിത് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കില്ല. ആ മൊമെൻ്റൊക്കെ വളരെ വ്യക്തമായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ ഒരു രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. ഇത്രയും വലിയൊരു റിസ്ക് എടുത്തുകൊണ്ട് കമ്പനിക്കോ അതിൽ പങ്കെടുക്കുന്ന റെസ്ലേഴ്സിനോ ഗുണമില്ലെങ്കിൽ എന്തിനെ ഇത്തരത്തിലുള്ള സ്പോർട്ടുകൾ ചെയ്യുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ജോൺ മോക്സ്ലി നിരന്തരമായിട്ട് ഇങ്ങനെ ബ്ലഡ് വരുന്ന രീതിയിലുള്ള സ്പോർട്ടുകൾ ചെയ്യുന്നത് അത് താരത്തിൻ്റെ ജീവിതത്തിന് തന്നെ വലിയ പ്രശ്നങ്ങളാണ് എന്നുള്ളൊരു അഭിപ്രായം മോക്സ്ലിയുടെ ആരാധകർ ഇപ്പോൾ കുറിക്കുന്നുണ്ട്. എന്തായാലും ഈ മൊമെൻറ്റ് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. മത്സരത്തിൽ ജോൺ മോക്സ്ലിക്ക് തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. ഡെത്ത് റൈഡേഴ്സ് എന്ന് പറയുന്ന ഫാക്ഷൻ്റെ സഹായത്തോടു കൂടി മോക്സ്ലി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഈ ഒരു മൊമെൻറ്റ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വീണ്ടും AEWനെ തേടി വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു മൊമെൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.